ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. അതെ അമ്മേ, മന്ദാകിനി വല്യമ്മ അങ്ങോട്ട് വന്നിരിക്കുക അമ്മയെ കാണാൻ. എന്നാ ശരി മോളെ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഇത്രയും പറഞ്ഞ് മായാവതി ഫോൺ കട്ട് ചെയ്തു. ഇതേ സമയം ഊർമിളാദേവി ഓഫീസിലിരുന്ന് ഓരോരോ ഫയലുകൾ നോക്കുന്നുണ്ടായിരുന്നു. ഫയലുകൾ ഓരോന്നായി നോക്കുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ ചിത്രാദേവി തന്നെ മുൾമുനയിൽ നിർത്തിയതാണ് ഊർമിളാദേവിയുടെ ചിന്ത. ഇല്ല ചിത്രേ, ഒരിക്കലും നീ ഇതിൽ ജയിക്കാൻ പോകുന്നില്ല. കാരണം നിനക്കൊരിക്കലും കഴിയില്ല എൻ്റെ മകനെ എന്നിൽ നിന്നും അകറ്റാൻ. നീ പറഞ്ഞത് ശരിയാ, കാലം മറച്ചു പിടിച്ച രഹസ്യം അത് സത്യം തന്നെയാ. അർജുനെ ഞാൻ പ്രസവിച്ചിട്ടില്ല, പക്ഷേ അവൻ എൻ്റെ മകൻ തന്നെയാണ്. ഒരിക്കലും ആ രഹസ്യം ആരും അറിയാൻ പാടില്ല. 30 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ കഥ അതങ്ങനെ തന്നെ രഹസ്യമായിരിക്കണം. ഇതേ സമയം അമൃത ദേശായി വീട്ടിൽ അടുക്കളയിൽ ജോലിയിലാണ്. ഒപ്പം സിസിലിയുമുണ്ട്. സിസിലി ഏട്ടത്തി, ശരിക്കും ഈ വീട്ടിലെ എല്ലാവരെ കുറിച്ചും ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏട്ടത്തിക്കല്ലേ? അതെന്താ അമൃത കുഞ്ഞെ അങ്ങനെ ചോദിച്ചത്? അല്ല, ഏട്ടത്തി ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങളായില്ലേ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അതെ കുഞ്ഞെ, ദേശായി വീട് എന്താണെന്നും ഏതാണെന്നും ഇവിടെയുള്ളവരെങ്ങനെയുള്ളവരാണെന്നും എനിക്ക് വളരെ വ്യക്തമായി അറിയാം. അല്ല ഏട്ടത്തി, ശരിക്കും ഏട്ടത്തി എങ്ങനെയാ ഈ ദേശായി വീട്ടിൽ ജോലിക്കായി എത്തിയത്? അത് അർജുൻ സാർ കാരണമാ കുഞ്ഞെ ഞാനിപ്പോ ഈ വീട്ടിൽ നിൽക്കുന്നത്. ഏട്ടൻ കാരണമോ? ഏട്ടത്തി എന്താ പറഞ്ഞു വരുന്നേ? അന്നേരം സിസിലി ഒന്ന് പരുങ്ങി. ഒന്നുമില്ല കുഞ്ഞെ, ഞാനെന്തോ പറഞ്ഞതാ. ഇത്രയും പറഞ്ഞ് സിസിലി അവിടെ നിന്നും പോയി. പെട്ടെന്ന് അമൃതയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ചക്കിയായിരുന്നു അത്. ഹേ അമൃതേച്ചി, എന്നെ മറന്നോ? എടി ചക്കി, നീ ആയിരുന്നോ? നിന്നെ ഞാൻ അങ്ങനെ മറക്കുവോ? നീ എന്തോ വിദേശത്ത് പഠിക്കാനൊക്കെ പോയിട്ട് എന്തായി? എന്നാ എത്തിയേ? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അമൃതേച്ചി. ആട്ടെ, എന്താ ചക്കി പുതിയ വിശേഷമൊക്കെ? അത് അമൃതേച്ചി, എൻ്റെ വിവാഹമായി, അതും കൂടി പറയാനാ ഞാൻ വിളിച്ചേ. എടി, നിന്റെ കല്യാണമായോ? എന്നിട്ട് നീ എന്നെ ഫോൺ വിളിച്ചാണോ പറയുന്നേ? അയ്യോ എൻ്റെ അമൃതേച്ചി, പിണങ്ങല്ലേ, ഞാൻ വൈകാതെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, സുഗന്റെ മോളും അഭിക്കുട്ടനും ഒക്കെ എവിടെ? ഇവിടെയുണ്ട് ചക്കി, എല്ലാവരും സുഖമായിരിക്കുന്നു. ശരി, ഞാൻ ഫോൺ വെക്കുവാണേ. ശരി. ഉച്ച കഴിഞ്ഞു. മായാവതിയുടെ വീട്ടിലേക്ക് പോയ മന്ദാകിനി ദേശായി വീട്ടിൽ തിരികെ എത്തി. മന്ദാകിനി ദേശായി വീട്ടിൽ വന്നു കയറിയതും ഊർമിള അവിടെ ഉണ്ടായിരുന്നു. മന്ദാകിനി, അവിടെ നിൽക്ക്. എന്താ ഊർമിള ദേവി ഒരു ഭീഷണിയുടെ സ്വരം? ഭീഷണി ഇറക്കിയത് ഞാനല്ലല്ലോ മന്ദാകിനി, നിങ്ങളല്ലേ. മന്ദാകിനി, ഞാൻ ഓഫീസിൽ പോയതിനു ശേഷം ഈ വീട്ടിൽ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. ഈ വീട്ടിൽ ഇന്ന് വന്നു കയറിയ ആളാ നിങ്ങൾ. ഗസ്റ്റുകളോട് നമ്മൾ മാന്യമായേ പെരുമാറാറുള്ളൂ. പക്ഷെ ഇന്ന് ഇവിടെ അമ്മയോടും മധുവിനോടുമൊക്കെ നിങ്ങൾ ഭീഷണി മുഴക്കിപ്പോയെന്ന് ഞാൻ അറിഞ്ഞു. മന്ദാകിനി, നിങ്ങളുടെ ഒരു ഭീഷണിയും ദേശായി വീട്ടിൽ വില പോവില്ല. അന്നേരം മന്ദാകിനി ഊർമിളയെ ഒന്ന് തുറച്ചു നോക്കി. വില പോവുമല്ലോ ഊർമിള ദേവി, ആവശ്യമില്ലാതെ എൻ്റെ അനുജത്തി മായാവതിയെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കില്ലേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ ഊർമിള ദേവി, നിങ്ങളുടെ അനിയത്തി ജാസ്മിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ നിങ്ങൾ പ്രതികരിക്കില്ലേ? അത്രയേ ഞാനും ചെയ്തുള്ളൂ. പിന്നെ ഗസ്റ്റ് എന്നുള്ള ബഹുമാനമൊന്നും എനിക്ക് തരേണ്ട ആവശ്യമില്ല, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഞാൻ ഗസ്റ്റ് അല്ല, വീട്ടുകാരി തന്നെയാണ്. നിങ്ങളുടെ മകൾ അഞ്ജലിയുടെ യഥാർത്ഥ അമ്മായിയമ്മ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ സ്ത്രീയെ? കൊല്ലങ്ങൾ ഇത്രയും കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. മനസ്സിലാകും മോനെ കിരൺ, നിനക്കെല്ലാം മനസ്സിലാകും. മേ തുമാരി മാഹൂന, അതായത് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ നിന്റെ അമ്മയല്ലേ, എല്ലാം ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. തൽക്കാലം എൻ്റെ മരുമകൾ അഞ്ജലി പോയി എനിക്കൊരു സ്ട്രോങ് ടീ എടുത്തുകൊണ്ട് വാ. ചെല്ലേ. ഇത്രയും പറഞ്ഞ് മന്ദാകിനി ധാർഷ്ട്യത്തോടെ അവരുടെ റൂമിലേക്ക് നടന്നു. അന്നേരം ഊർമിളാദേവി എല്ലാവരും കേൾക്കെ പറഞ്ഞു, മധു, അമ്മേ, ഈ മന്ദാകിനി അപകടകാരിയാണ്.
ഇവർക്കെന്തോ ലക്ഷ്യമുണ്ട്. അത് എത്രയും വേഗം നമ്മൾ കണ്ടെത്തണം. ഇവരുടെ പിന്നിൽ എന്തോ ദുരൂഹത ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എന്ത് ദുരൂഹത? അല്ലെങ്കിലും എൻ്റെ അമ്മയും വല്യമ്മയും ഒക്കെ ഈ വീട്ടുകാർക്ക് മുഴുവൻ ദുരൂഹതയാണല്ലോ. വർഷേ, നീ വായടയ്ക്ക്. ഇവിടെ മുതിർന്നവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നീ കയറി ഒന്നും പറയണ്ട. ഓ തമ്പ്ര, ഞാൻ നിർത്തി. ഞാൻ ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ കേൾക്കുന്നതാ മുതിർന്നവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി പറയണ്ടെന്ന്. ഇനി എന്നാ ഞാനൊന്ന് മുതിർന്നയാളാവുന്നത്? എൻ്റെ കുഞ്ഞിന് തന്നെ ഇപ്പോൾ വയസ്സ് 6 ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഈ വീട്ടിലുള്ളവരൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് അക്കാര്യത്തിൽ ഒരു അധികാരം ഉണ്ടാവില്ല. ഇതൊക്കെ എൻ്റെ അമ്മ പണ്ടേ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് അഭിഷേക് ഇങ്ങോട്ട് വരട്ടെ, എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. വർഷ ഇത്രയും പറഞ്ഞ് തിരിഞ്ഞു നടക്കവേ പെട്ടെന്ന് അവൾക്ക് തല കറങ്ങും പോലെ തോന്നി. വർഷ വീഴാനായി തുടങ്ങിയതും ഊർമിള അവളെ താങ്ങി പിടിച്ചു. വർഷേ, മോളെ എന്തു പറ്റി? വർഷയെ പെട്ടെന്ന് സോഫയിലിരുത്തി മധുമതി ചോദിച്ചു. എന്താ വർഷ പെട്ടെന്ന്? നിനക്ക് എന്താ സംഭവിക്കുന്നേ? ഊർമിളെ, പെട്ടെന്ന് ഡോക്ടറെ വിളിക്ക്. മെനിങ്ങാന്നും ഇതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അതെന്താണെന്ന് എങ്ങനെ അറിയും? അതുകൊണ്ട് എത്രയും വേഗം ഡോക്ടറെ വിളിക്ക് ഊർമിളെ. ഊർമിളാദേവി ഡോക്ടറിനെ വിളിക്കാനായി ഫോൺ എടുത്തതും വർഷ തടഞ്ഞു. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഡോക്ടറിനെ വിളിക്കണ്ട. എൻ്റെ ഭർത്താവ് ഓഫീസിൽ പോയിരിക്കുകയല്ലേ, തിരിച്ചു വരട്ടെ. ഇന്ന് എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ അമ്മായിയമ്മ പോലും ഇവിടെ ഒന്നും ചെയ്തു തരണമെന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു ഈ വീട്ടിൽ നിന്ന്. ഞാൻ മോശം, എൻ്റെ അമ്മ മോശം, എൻ്റെ വല്യമ്മ മോശം, എൻ്റെ ഭർത്താവാണെങ്കിലോ നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള പാവ. ഇനി എൻ്റെ കുഞ്ഞുകൂടി മോശമാണെന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും ദയവ് കരുതി എനിക്ക് ഒരു സഹായവും ചെയ്തു തരണ്ട. ഇത്രയും പറഞ്ഞ് വർഷ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോയതും ഊർമിള പറഞ്ഞു. മധു, വർഷയ്ക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ലക്ഷണം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വർഷ ഗർഭിണിയാണെന്നാ. അതൊരു പക്ഷേ അവൾക്കും അറിയാമായിരിക്കും. പക്ഷെ അവൾ എന്തിനത് മറയ്ക്കുന്നു? അതാ എൻ്റെ സംശയം. കണ്ടുപിടിക്കണം. അതേ ഊർമിളെ, എനിക്കും അതേ സംശയമുണ്ട്. ഈ വീട്ടിൽ സമാധാനത്തോടെ എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും ഉറങ്ങാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കും. എന്നും ഓരോരോ പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അല്പസമയം കഴിഞ്ഞതും വർഷ മായാവതിയെ ഫോൺ വിളിച്ചു. അമ്മേ, എനിക്ക് അമ്മയെ അത്യാവശ്യമായി കാണണം. നമ്മൾ സ്ഥിരം കാണാറുള്ള സ്ഥലത്ത് അമ്മ ഇന്ന് വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ വരണം. വൈകിട്ട് 5 മണിയായതും വർഷയും മായാവതിയും സ്ഥിരം കാണുന്ന സ്ഥലത്തെത്തി. അമ്മേ, ഞാൻ എത്ര തവണയായി അമ്മയെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്താ ഫോൺ എടുക്കാത്തേ? ഞാൻ അത്യാവശ്യമായിട്ട് വിളിക്കുമ്പോൾ അമ്മ കോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തിനാ? എടി മോളെ, നീ അറിഞ്ഞോ? ഒരു മത്സ്യകന്യക വരാൻ പോവുകയാ. മത്സ്യകന്യകയോ? അമ്മയ്ക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തളവിയോ? എടി, ഭ്രാന്തല്ല, നിനക്കറിയില്ലേ സീരിയൽ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ TV എല്ലാം എടുത്ത് ഞാൻ ആ പിച്ചക്കാരന് കൊടുത്തില്ലേ. അതുകൊണ്ട് ഇനി യൂട്യൂബിലെ കഥകളൊക്കെ കണ്ടിരിക്കല എൻ്റെ പരിപാടി. ഇതൊരു കഥയാണ് വർഷേ, പ്രതികാര കഥ. മത്സ്യകന്യകയുടെ പ്രതികാര കഥ. ഞാനതിൻ്റെ ട്രെയിലർ എൻ്റെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നീയും ഒന്ന് കണ്ടു നോക്ക്. ഇത്രയും പറഞ്ഞ് മായാവതി വർഷയുടെ നേരെ തൻ്റെ ഫോണിലെ മത്സ്യകന്യകയുടെ ട്രെയിലർ കാണിച്ചു. 2 മത്സ്യകന്യകമാർ. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയായി. ഇനി പകയുടെ തീക്കനൽ നാദം. അതിസങ്കീർണമായ 7 ദിവസങ്ങൾ കാത്തിരുന്നതും അവർക്കുള്ള ശിക്ഷാവിധിയും. നിലച്ചുപോയ ഘടികാരം തീർത്ത നിശബ്ദതയിലേക്ക് കാണാ കാഴ്ചകളുടെ വേറിട്ട ശബ്ദവുമായി അവൾ വീണ്ടും. ഒരേ സമയം ഞാനൊരു മത്സ്യകന്യകയുമാണ്, നാഗകന്യകയുമാണ്. ശരിക്കും ഞാൻ എന്താ ഇങ്ങനെ? ഞാൻ ശരിക്കും ആരാ? ചിലപ്പോഴൊക്കെ ഇതിഹാസങ്ങൾ വഴിമാറാറുണ്ട്. ഇന്ദ്രദേവനാൽ അനുഗ്രഹിക്കപ്പെട്ട മത്സ്യലോകവും ശിവനാൽ അനുഗ്രഹിക്കപ്പെട്ട നാഗലോകവും ഒന്നിക്കാറുമുണ്ട്. ഈ ഒത്തുചേരലിൽ ബ്രഹ്മാണ്ടം തന്നെ ഇളകി മറിഞ്ഞേക്കാം. ഇത് മത്സ്യലോകവും നാഗലോകവും ഇടകലർന്ന സൂപ്പർ ഫാന്റസി ത്രില്ലർ പരമ്പര. യുഗങ്ങളായുള്ള പക തന്റെ മനസ്സിൽ അടക്കി വെച്ച ഒരു മത്സ്യരാജകുമാരിയുടെ കഥ. ഫാന്റസി. ഇത് പ്രണയവർണ്ണങ്ങൾ നെയ്തെടുത്ത 2 ജോഡികളുടെ പുത്തൻ അധ്യായം.
ഈ വിളക്കിലെ വെളിച്ചം തിരികെ കൊണ്ടുവരാൻ ഇവൾക്ക് മാത്രമേ കഴിയൂ. എവിടെയും കേൾക്കാത്ത, ആരും പറയാത്ത ഒരു പുതിയ നൂതന അധ്യായം. മത്സ്യകന്യക. ഓ അമ്മ ഇത് കാണുകയായിരുന്നോ? അതേ മോളെ, ഇതൊരു മത്സ്യകന്യകയുടെ പ്രതികാര കഥയാണ്. ജനുവരി 13-ാം തീയതി മുതൽ അൺസിഫ് സ്റ്റോറി എന്ന യൂട്യൂബ് ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്കാണ് ഈ കഥ. എന്തെല്ലാം കഥകൾ ഞാൻ കണ്ടിരിക്കുന്നു. പ്രേതവും പിശാചും നാഗകന്യകയും എല്ലാം കണ്ടു. എന്നാൽ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കഥയല്ലേ മത്സ്യകന്യകയുടേത്. മാത്രമല്ല വർഷേ, ഇതിന് 2, 3, 4 സീസണൊക്കെ ഉണ്ടെന്നാ കേൾക്കുന്നേ. അതുകൊണ്ട് നീ ഉറപ്പായി ഈ സ്റ്റോറി കാണണം. മറന്നു പോവരുത്. ജനുവരി 13-ാം തീയതി മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. ഓ ഞാൻ കാണാം അമ്മേ. മറ്റന്നാ മുതലല്ലേ 8 മണിക്കല്ലേ? ഞാൻ മറക്കാതെ കണ്ടോളാം. ഓ ഇങ്ങനെ ഒരു സീരിയലിന്റെ അടിമ അല്ല വർഷേ. നീ ഇപ്പോ എന്തിനാ എന്നെ കാണണമെന്ന് അത്യാവശ്യമായിട്ട് പറഞ്ഞത്? അതമ്മേ, ഞാൻ ഗർഭിണിയാ. പക്ഷെ എനിക്ക് ഈ കുഞ്ഞിനെ നശിപ്പിക്കണം.